ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ ശ്ലോകം 24. ഉത്സീദേയുരുമേ ലോക ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യ ഉപഹന്യാമി മാ പ്രജാഃ. ഉത്സീദേയുരുമേ ലോക ന കുര്യാം കർമ്മചേദഹം സങ്കരസ്യ ച കർത്താസ്യ ഉപഹന്യാമി മാ പ്രജാഃ. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ സദാ കർമ്മനിരതനായിരിക്കുന്നതിൻ്റെ കാരണം അർജുനനോട് പറയുകയാണ്. ഞാൻ കർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഈ ലോകങ്ങൾ നശിക്കും. ഓരോരോ വർണ്ണങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ നിലനിൽക്കാതെ വർണ്ണസങ്കരം ഭവിക്കും. അങ്ങനെ സങ്കരത്തിൻ്റെ കർത്താവായി ഈ പ്രജകളെ നശിപ്പിക്കുന്നവനുമാകും. അതായത്, ഞാൻ കർമ്മത്തിൽ ഏർപ്പെടാതിരുന്നാൽ മനുഷ്യർ സകലവിധത്തിലും എൻ്റെ വഴി തന്നെ അനുവർത്തിക്കും. അവരവരുടെ കർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാതെയാകും. സമൂഹത്തെ നയിക്കുന്നവർ സ്വന്തം കർമ്മങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണ് വേണ്ടത്. ശ്ലോകം 25. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഭരതവംശജനായ ഹേ അർജുന, മന്ദബുദ്ധികളായ ആളുകൾ ഫലാസക്തിയോടുകൂടി വാസനാബദ്ധരായി കർമ്മം ചെയ്യുന്നതുപോലെ തന്നെ ജ്ഞാനികൾ അനാസക്തരായി ലോകനന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്യേണ്ടതാണ്. അതായത്, അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. തത്വമറിയുന്ന ഒരാൾ ഫലാസക്തിയോടെ കർമ്മം ചെയ്യുന്ന അജ്ഞാനികളായ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ പാടില്ല. ശാസ്ത്രവിഹിതമായ സകല കർമ്മങ്ങളും സമചിത്തതയോടെ നന്നായി ചെയ്തിട്ട് അവർ മന്ദബുദ്ധികളായവർക്ക് മാർഗദർശനം ചെയ്യേണ്ടതാണ്. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാരായിട്ടുള്ളവർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും അവരെ വിലക്കാൻ പാടില്ല. കാരണം അജ്ഞരായ അവർക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളെക്കുറിച്ചല്ലാതെ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് സർവകർമ്മങ്ങളുടെയും ഫലത്തെ ഭഗവാനായി സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം പ്രവൃത്തികളാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അജ്ഞരായ അവരുടെ പ്രവൃത്തികളെ തടയുകയല്ല ചെയ്യേണ്ടത്. ശ്ലോകം 27. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. എല്ലാ കർമ്മങ്ങളും
പ്രകൃതി ഗുണങ്ങൾക്കനുസൃതമായിട്ടാണ് ചെയ്യപ്പെടുന്നത്. എങ്കിലും അഹങ്കാരം നിമിത്തം മതിഭ്രമം വന്നു ചേർന്നവർ എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. മിഥ്യാഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതരായി ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഹരി ഓം.